കത്തുന്ന വേനൽ ചൂടിൻ്റെ ഇടയിലും നോമ്പിൻ്റെ അവസാനത്തെ പത്തിൻ്റെ ആ തീക്ഷ്ണതയിൽ നിന്നൊക്കെ ഇത്രയും വലിയൊരു സദസ്സിനെ ആയിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് ഞാനൊട്ട് വിചാരിച്ചില്ല. എന്തായാലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇസ്ലാമോഫോബിയക്കെതിരായിട്ടൊരു യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്തുകൊണ്ടും ഉചിതയായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു അവിശ്വാസിയായിട്ടായിരുന്നു വളർന്നത്. അവിശ്വാസത്തിൽ നിന്നും ഞാനൊരു കേവല യുക്തിവാദിയായും ആ കേവല യുക്തിവാദിയിൽ നിന്നും ഞാൻ നല്ലൊരു ഇസ്ലാമോഫോബായും വളർന്ന ഒരു അടുത്ത നാൾ വരെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നത് വളരെ ഒരു റീസെൻ്റായിട്ട് ഒരു 5-6 വർഷം മുമ്പ് മുതലാണ്. അതുവരെ ഞാൻ നല്ലൊരു ഇസ്ലാമോഫോബായിരുന്നു. എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ എല്ലാ എന്താ ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്നും ഒക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. മുസ്ലിങ്ങൾക്ക് വൃത്തിയില്ല, അതായത് ഒത്തിരി ഇങ്ങനെ ഞാനൊരു മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ആളായിരിക്കുമ്പോൾ പോലും എനിക്ക് മുസ്ലിം വിരോധം നിരന്തരം പറയാനും അതൊരു വംശീയത പോലെ ആകാനും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുപോലെ എന്നോട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ലാലിയെ പോലെ ആകണം മുസ്ലിങ്ങൾക്ക് എന്ന് പറയും. കാരണം ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള വിശ്വാസവും പിന്തുടരുന്നില്ല, ഒരു തരത്തിലുള്ള ആചാരങ്ങളും പാലിക്കുന്നില്ല, വേഷവിധാനങ്ങളില്ല. ഇത് എല്ലാത്തരം ആചാരങ്ങളും അവനവൻ്റെ മതത്തിലുള്ള എല്ലാ ആചാരങ്ങളും പാലിക്കുന്ന ആളും എന്നെ ഒരു മതേതര ആൾക്കാർ പോലും എന്നെ ഭയങ്കര പുകഴ്ത്തി സംസാരിക്കും. ഞാനൊരു മതേതരയാണ്, അതായത് അവരൊന്നും അങ്ങനെയല്ല, പക്ഷെ ഞാൻ എപ്പോഴും മതേതരയാകണം എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാനതിൽ ഭയങ്കര അഭിമാനത്തോടെ ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിങ്ങനെ നിൽക്കും. അപ്പം എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ട് മുതലേ ആൾക്കാർ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കവിതകൾ, നോവലുകൾ, ഇതെല്ലാം തന്നെ പല രീതിയിൽ മുസ്ലിങ്ങൾ കഥാപാത്രങ്ങളായി വരുന്നതിലെല്ലാം തന്നെ അതുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ വാപ്പാക്ക് കൊണ്ടുവരുന്ന കാസറ്റ് കവിതകളൊക്കെ ഉണ്ടായിരുന്നു. ഐഷ എന്ന് പറഞ്ഞ നമ്മുടെ വയലാർ രാമവർമ്മയുടെ ഒരു കവിത ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിമാണ്, നായിക മുസ്ലിമാണ്, നായികയുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുന്നതാണ്. പക്ഷെ എടുത്ത് വാപ്പായെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു രൂപം പതിഞ്ഞു കഴിഞ്ഞു, ഒരു ഇമേജ് വന്നു കഴിഞ്ഞു. അതായത് വസൂരിക്കലയുള്ള മുഖവും വട്ടത്തൊപ്പിയും പച്ച ബെൽറ്റും കള്ളി മുണ്ടൊക്കെ കൊടുത്ത്, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഇത് സിനിമകളിലുണ്ട്, നമുക്കറിയാം. മിക്കവാറും എല്ലാ സിനിമകളും തന്നെ ഒരു പ്രത്യേകതരം മുസ്ലിങ്ങളെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഏത് രീതിയിലും ഇപ്പോഴത്തെ ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ഒരു തെലുങ്കാണ്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കോടതിയിൽ പ്രതിയെ കോടതിയിൽ പോയി പിടിക്കാൻ ഇതിനു വേണ്ടി കൊണ്ടുപോവാം. അപ്പോൾ ഇങ്ങനെ തോക്ക്, ഈ വെടിയുണ്ട നിറച്ച് തോക്ക് കൊണ്ടാണ് പോകുന്നത്. അപ്പം എന്തിനാ ഇപ്പോൾ അത് എന്നിട്ട് അത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഈ വെടിയുണ്ട നിറച്ച് തോക്ക് കൊണ്ട് പ്രതി മുസ്ലിമാണ് സർ എന്ന് പറയുന്നുണ്ട്. അതായത് മുസ്ലിമായ പ്രതിയെ പേടിക്കുകയും ഭയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമ സൃഷ്ടിയാണ്, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സംസ്കാരമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നം തന്നെയായിരുന്നു ഞാൻ. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുന്നത് പലപ്പോഴും സത്യത്തിൽ ഈ സുദേശിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ളവർ എഴുതിയ അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണ് എന്താണ് ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലേക്ക്, അതായത് വെബ്സൈറ്റിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ആത്മപരിശോധന. ആ ആത്മപരിശോധന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിലെല്ലാം അതുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇപ്പം നമ്മുടെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ എന്നോട് പറയാണ് മുസ്ലിം ആൾക്കാരെ തെണ്ടികളാക്കുന്ന മാസമാണ് റംസാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യത്തിൽ അന്ന് എന്നോട് അതായത് എൻ്റെ ബന്ധുവായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞ ഒരു കഥയാണ്. അപ്പോൾ കഥയല്ല, കാര്യമായിട്ട് പറയാം. അന്ന് വൈകുന്നേരം തന്നെ അമ്പലത്തിലെ
പിന്നെ പിന്നെ നോർത്തിലെ അമ്പലത്തിൽ ഇതിനു വേണ്ടി പൈസ പിരിക്കാൻ വരുന്നുണ്ട് ആളുകൾ. പക്ഷെ അപ്പോൾ അതിൽ അവർ തെണ്ടികളാണെന്ന് പറയുന്നില്ല. അതുപോലെ പിന്നെ ചെറിയ ചെറിയ പിന്നെ എന്തുകൊണ്ട് ക്ലബ്ബുകളുണ്ട് കുട്ടികളുടെ. അപ്പം അങ്ങനെ വരുന്ന കുട്ടികൾ എന്താ പറയുക, ഇങ്ങനെ വന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒരു പരിപാടിയാണ് എല്ലായിടത്തും വന്ന് പിരിക്കും. അതൊക്കെ വേണം, അതൊക്കെ എല്ലാം നമ്മൾ ഈ പൈസ കൊടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അവർ പറയുന്നത് അപ്പോൾ അവരെ നമ്മൾ പറയത്തില്ല തെണ്ടികളാണ്. പക്ഷെ അതേസമയം ഒരു മുസ്ലിം തന്നെ ഈ പൈസ മേടിക്കാൻ വരുന്നത്, സക്കാത്ത് പിരിക്കാൻ വരുന്നവരെ പറയും, അങ്ങനെ പറയും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം. ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഇപ്പോൾ ഈ റംസാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വായിച്ചു, പിന്നെ യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കുട്ടികൾ സമരത്തിലാണ്. അപ്പം പണ്ടൊക്കെ അവിടെ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഈ റംസാൻ മാസം ആകുമ്പോഴത്തേക്കും നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരു 2 മണിക്കൂർ മുമ്പത്തേക്ക് നമ്മുടെ അത്താഴം പിന്നെ വിതരണം ചെയ്യും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ല. അത് അവർ 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിയും തന്നെ ഉള്ളൂ എന്നൊരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ആ വാർത്തയ്ക്ക് കുട്ടികൾ സമരത്തിലാകുന്നുണ്ട്, പക്ഷെ അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ഇത്രയും നാളും ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പം ചെയ്യണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ ഭരണകൂടം അതിന് സപ്പോർട്ടാണ്. കാരണം ഭരണകൂടം അത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു, അല്ലെങ്കിൽ ആർക്കും അതൊരു പ്രശ്നമാകുന്നില്ല. എന്തായാലും 2 മണിക്കൂർ പച്ചവെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ ഇരുന്നിട്ട് 8 മണിക്ക് കഴിച്ചാൽ മതിയല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുക. ഇത്രയും നോർമലൈസ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്കറിയാം, ഈയിടെ നോർത്തിലെങ്ങാണ്ട് 4 പേരെ പിന്നെ അടിച്ചു കൊന്നു. അതായത് നോമ്പ് വെച്ചിട്ട്, നോമ്പ് ഉണ്ടായിരുന്ന 2 സ്ത്രീകളെയും ഒക്കെ അടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമല്ലാതായിട്ട് മാറുന്നത് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം ഇതിനെ ഒട്ടും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ അതിനെ എല്ലാം ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു അപരവൽക്കരണം നടത്തിയിട്ട് അവരെന്തോ ഭീകരരാണെന്ന് സൃഷ്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമം ഇത് വളരെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ നോർമലൈസേഷൻ നമുക്കത് മാറ്റാൻ പറ്റണം. നമുക്കത് നിരന്തരം പറഞ്ഞുകൊണ്ടും ഒക്കെ മാറ്റാൻ പറ്റണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ചിട്ടൊരു പോസ്റ്റർ ഇടുമ്പോൾ ഇന്ന് എൻ്റെ പോസ്റ്ററിൻ്റെ അടി വന്നിരിക്കുന്നത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവരുടെ ഇതിലുള്ളതാണ്. നമുക്കറിയാം, പിന്നെ ഇവിടെ തന്നെ നമ്മുടെ അന്തർദേശീയ തലത്തിലും പല രീതിയിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ യുദ്ധത്തിന് ബേസ് ചെയ്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ദേശീയ തലത്തിലും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ പ്രാദേശിക തലത്തിൽ പോലും ഉണ്ടാകുന്ന പലതരം ഇസ്ലാമോഫോബിയുടെ പറഞ്ഞാൽ തീരാത്തില്ലാത്ത അത്രയും ഇസ്ലാമോഫോബിയുടെ നടക്കുന്നുണ്ട്. ഇപ്പം മലപ്പുറത്തെ അപരവൽക്കരിച്ച് ഈയിടെ തന്നെ നമ്മുടെ എനിക്കൊന്ന് ഈ നമ്മുടെ ഗ്രൂപ്പ് തന്നെ, കേരള എഗെയിൻസ്റ്റ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ ഏതാണ്ട് 60ഓളം പിന്നെ വംശീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുടെ മുഖ്യമന്ത്രി, നമ്മളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി, മുസ്ലിങ്ങളുടെ അടക്കമുള്ളവരുടെ മുഖ്യമന്ത്രി അയാളെ എഴുന്നള്ളിച്ച് നടക്കുകയും അയാളെന്തോ നവോത്ഥാന നായകനാണെന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എത്രയോ കാര്യങ്ങളാണ് മലപ്പുറത്തിനെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മലപ്പുറത്ത് ഒരു ആന ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താണെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു മയക്കുമരുന്ന് പിടിച്ചെടുത്തപ്പോൾ അത് തൃശ്ശൂർ ജില്ലയെങ്ങാണ്ടാണ്. അപ്പം അത് മലപ്പുറത്തിൻ്റെ അതിർത്തി ജില്ലയിൽ എന്ന് പറയാനാണ് അവർക്ക് സൗകര്യം. എന്നാൽ എറണാകുളത്തിൻ്റെ അതിർത്തി ജില്ലയാണല്ലോ തൃശ്ശൂർ. തൃശ്ശൂർ അത് പറയത്തില്ല, മലപ്പുറത്തിൻ്റെ അതിർത്തി ജില്ലയാണ്, ആ ജില്ലയിലാണ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രാദേശികമായ തലത്തിൽ തന്നെ ഇഷ്ടംപോലെ ഇസ്ലാമോഫോബിയ പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്കതിനെതിരായിട്ട് ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മപരിശോധന നടത്താനെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയാനെങ്കിലും പ്രചരിപ്പിക്കാനെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവനും ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം എൻ്റെ സ്വന്തം അനുഭവങ്ങളും അതല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതും എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതുമായ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്കിവിടെ വരാനും ഇങ്ങനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. കാരണം എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ മനോഭാവത്തിന്
എനിക്ക് കാലം തന്ന ഒരു കടമയാണിതെന്നും അതെന്ത് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ, അഭിവാദ്യങ്ങൾ.